ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയരായ റഫീഖ് സയ്യിദി ഉസ്താദ്, സ്ഥലീയ ഖത്തീബ് അസൈനാർ സയ്യിദി ഉസ്താദ്, മറ്റുള്ള ഇവിടുത്തെ പണ്ഡിതന്മാരും യുവാക്കളും മുഅ്മിനീങ്ങളും കുട്ടികളും നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ട നല്ലൊരു ഹൈറായ കാര്യത്തിന് കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂരി കുമേർ ബദ്രിയ ജുമാ മസ്ജിദ് സുന്നത്ത് ജമാഅത്തിലെ ഷിയാർ ബദ്രിയ വെച്ചിട്ടുള്ള ഒരു നല്ല ജമാഅത്ത് പള്ളി. ഈ ഒരു പള്ളിയില് ഇസ്ലാമികമായ നല്ല നല്ല കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നടന്നുകൊണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമായിട്ട് എല്ലാ വാർത്തലും നല്ല നിലക്ക് മനസ്സറിഞ്ഞ് നടക്കടെ ഒരു സ്വലാത്ത് മജ്ലിസ്. അതിരെ വാർഷിക നോമ്പുകും മുന്നലാവണിയത്ത് അള്ളാഹുടെ ഖലാ ഖദർ കൊണ്ടിട്ടു. ഈ ഒരു സമയത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തുകാരുള്ള സഹകാരാക്കിടാറ, ഇതിനെ പിരിസവെക്കിടാറ, ഇതുമായി ബന്ധപ്പെടാറ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾക്കുണ്ട് നല്ലൊരു വിഷയ. ഈ ഒരു ശതമാനത്തെ ഞങ്ങളൊരു ഈമാന്റെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള വിഷയമായിട്ട് സുന്നത്ത് ജമാഅത്ത് ബിദ്അത്ത്. ഈ ഒരു വിഷയത്തില് നല്ല അഗ്രഗണ്യനായ ഞങ്ങളെ ഈ ഭാഗത്തെ സുന്നത്ത് ജമാഅത്തിൽ ഏതൊരു വിഷയത്തിലും എല്ലാ വിഷയത്തിലും ബേനായതുപോലെ കൈകാര്യം ചെയ്യുക സാധ്യം എനിക്കത്തെ ഒരു ഉസ്താദായിട്ട് ഞങ്ങളിവിടെ സ്റ്റേജിൽ ഇപ്പൊ നിങ്ങൾ ഉപദേശാക്കുള്ളൂ. അതൊക്കെ മുന്നലായിട്ട് എന്തെങ്കിലും ചൊന്നിട്ട് ആ ടൈമുടെ ബെടക്കാക്കില്ല. ഈ ഒരു സ്വലാത്ത് മജ്ലിസ് ഞങ്ങൾക്ക് ഇതിലെ ഞങ്ങൾ ഭാര്യ പിരിസാക്കണോ. ഈ ഒരു ശതമാനത്തില് ഞങ്ങൾക്ക് മെയിനായിട്ട് ബേനായത് സ്വലാത്ത്. ബാക്കി ഏതൊരു ഇബാദത്തിനെങ്കും അത് കഡ്ഡായമായതും സുന്നത്തായതും ഇങ്ങനെയുള്ള ഉണ്ട്. എന്നെങ്കും ഞങ്ങളെ ഒരു ഈമാനുടെ ശക്തിയാക്കുകയും അതിനെ സൂക്ഷിക്കുകയും ഞങ്ങൾ ഒരു കാരണമാവുടെ ഒരു വിഷയമായിട്ട് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് ലക്ഷക്കണക്കിൽ വേറെ വേറെ സ്വലാത്തുണ്ട്. സ്വലാത്തു താജ്, സ്വലാത്തു ഇബ്രാഹിം, അതുപോലെ നാരിയത്തു സ്വലാത്ത്, ഇങ്ങനെ സ്വലാത്തുൽ മിഫ്താഹ്, ഇങ്ങനെ പല സ്വലാത്തുകളെല്ലാം ഉണ്ട്. അതിൽപ്പെട്ട് ചില സ്വലാത്തുകളാണ് ഈ പള്ളിയിൽ വാറാന്തം നടന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിരെ പിരിസബെക്കടെ മോമിനിങ്ങൾ അല്ലാഹു ഞങ്ങളെ പെടുത്തുമാരാകട്ടെ. സ്വലാത്ത് ചൊന്നെങ്കിൽ ചില ചില്ലറ കാര്യമല്ല, അത് ഭയങ്കരമായ വിഷയമായിട്ട് അതിനെ ആറ് പിരിസബെച്ചോണ്ടു അതിനെ ഉപയോഗാക്കിക്കൊണ്ടിക്കട അതൊരു അനുഭവം അവണിಗೆ ಗೊತ್ತಾವು. ഞങ്ങൾ ചരിത്രത്തിൽ കേട്ട ചരിത്ര ചൊല്ല ഉദ്ദേശിക്കില്ല. അതിനെ ഒരു ഷോർട്ട് ആൻഡ് ആയിട്ട് എല്ലാവരും വിഷയം നാണ് നിങ്ങൾ ചൊല്ലുക. മഹാനായ സുലൈമാൻ ജസൂലി തങ്ങളെ വലിയ ഒരു ആലിമായിട്ടും ആബിദായിട്ടും കൂടിയ ദർസായിട്ടും കൂടിയ ഒരു വലിയ പണ്ഡിതനായിട്ട് ആ ഒരു ഇമാമും ആലിമുമായ അയാളെ ദർജ ഉയരകും അയാൾ ഒരു വലിയൊരു സ്ഥാനത്തെത്തും ഒരു ചെറിയ ഒരു കാരണ സ്വലാത്തിലെ വിഷയമായിട്ട് ചുരുക്കിട്ട് ചൊല്ലെങ്കിൽ ഒരു നാൾ അയാൾ ഒരു യാത്ര പോയി. ശിഷ്യന്മാരെല്ലാം ഉള്ളാറ് തന്നിടെ സൗകര്യമില്ല, കുളിക്കണോ കുടിക്കണോ ഉതെടുക്കണോ. മുസ്ലിമീ കഥല്ലേ അത്തഹൂർ ശത്രുൽ ഈമാൻ, ഈമാന്റെ വലിയൊരു ഭാഗ അത് ശുദ്ധമായിട്ട് ശുദ്ധത്തിൽ പല നിനക്ക് ചൊല്ലത് ഇപ്പൊ ആവർത്തിക്കോ പോണില്ലേ. ആത്മീയമായ ശുദ്ധം, ബാഹ്യമായ ശുദ്ധം, അതുപോലെ പല ശുദ്ധങ്ങൾ ഇസ്ലാമിലുണ്ട്. നിർബന്ധമായ ശുദ്ധങ്ങളുണ്ട്, സുന്നത്തായ ശുദ്ധങ്ങളുണ്ട്. അതെല്ലാം പല കാര്യങ്ങളാണ്. അതിപ്പോ വിശദീകരിക്കോ ഭയങ്കര വിഷയം ചേഞ്ച് ആവും. ഏതും ആവട്ടു ഇങ്ങക്ക് തന്നില്ലാത്ത സമയത്ത്
ഇങ്ങനെ തേടുമ്പത്തു ഒരു കിണത്തില് അടിയിലത്തില് തന്നെയുണ്ടു, പക്ഷെ ഇങ്ങനെ എടുക്കുക സൗകര്യമില്ല. ആ സമയത്ത് മുട്ടത്തെ ഉത്തര ഒരു ചെറിയ പെണ്ണുകിടാവ് ഓടിയോ വന്നിട്ട് കേട്ടത്, എന്തിനാ നിങ്ങൾ തേടിയോ ഉള്ളാറ് ഭാര്യ അപ്പുറം ഇപ്പുറം നോക്കിയോ ഉള്ളാറ്, എന്തിനാ നിങ്ങളെ വിഷയാന്ന് കേട്ടപ്പ അങ്ങ് ചൊല്ലാറ് തന്നി പേനിന്ത്. അപ്പൊ ഈ പെണ്ണുകിടാവ് ആ കെന്തക്ക് ഇങ്ങനെ നോക്കിത്തുണ്ട് തുപ്പിത്തുണ്ടുള്ള അഭിപ്രായമുണ്ട്. ആ സമയത്ത് തന്നെ താനായിട്ട് മേൽ വന്ന് ഇങ്ങനെ ഒതെടുത്താറ്, നിസ്കരിച്ചാറ്, കുളിച്ചാറ്. അത് വലിയൊരു ചരിത്രമായിട്ട് സുലൈമാനുൽ ജസൂലിന്റെ ദലായിലുൽ ഖൈറാത്ത് അതിലെ മുഖദ്ദിമ നോക്കി അങ്ങനെ നിങ്ങൾക്ക് ഒന്നാവും. ഇതും ആവട്ടും അങ്ങനെ യൂസുഫ് നബാനി റളിയല്ലാഹു അൻഹു യലോച്ചിലാറെ കിതാബ് എഴുതി. അതിൽ ഒരു കിതാബായിട്ട് മഹാനായ സുലൈമാനുൽ ജസൂലിന്റെ ഈ ദലായിലുൽ ഖൈറാത്തിന്റെ വിഷയത്തിൽ വിശദീകരമായിട്ട് ടോപ്പ് ആൻഡ് ടോപ്പ് കിതാബ്. അത് എല്ലാവരും തെരഞ്ഞ ആലിമീൻ എല്ലാവരും അത് വായിച്ചിട്ട് ഒരു ഞങ്ങളെ ഈമാനിക വർധന ഒരു കാരണമാവട്ടെ ഒരു വിഷയമായിട്ടിട്ട് അത് ഞങ്ങളെ വിഷയമല്ല. ഏതുമാവട്ടെ ഒരു പെണ്ണിന്റെ കാരണത്തിൽ ഈ പെണ്ണ് തുപ്പിട്ടാകുമ്പോൾ പെണ്ണിട്ട് നിങ്ങളെ കേട്ടാറ്, നിന്റെ എന്തിനാ ഒരു പവാട, നിന്റെ ഒരു കറാമത്ത് എന്തിനാ, ഇത് എന്തിനാ നിന്റെ ഒരു അസാധാരണ സംഭവം എന്തിനാ കേട്ടപ്പ ആ പെണ്ണ് നന്റെ എന്തുമില്ല, ഞാൻ എപ്പോഴും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരില് ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നില്ല. അതൊരു കാരണത്തിലായിട്ടിക്കു ഇങ്ങനൊരു സംഭവം നടന്ന് പല സംഭവങ്ങളൊക്കെ നടന്നത് ആ പെണ്ണിന്റെ ചരിത്രത്തിൽ സുമാറ് സംഭവങ്ങൾ നടന്നുണ്ട്. അതുപോലെ ഒരു മദ്രസ വിദ്യാർത്ഥിയെ കേട്ടതുണ്ട്. ഒരു കിടാവുടെ നോട്ട് ബുക്കിലു കണ്ടാപ്പെട്ട കണക്ക് പീഡിരങ്ങളെ കണക്കല്ല, അതുപോലെ വേറെ ഇതിരെ കണക്ക് അങ്കടങ്ങളെ കണക്കല്ല, പിന്നൊരു കണക്കല്ല, ഒരു ജാതി 1000 250 350 400 20 50 ഇങ്ങനെ ഒരു കിടാവുടെ ബുക്കിൽ അങ്ങനെ ചെക്കാക്കിട്ടാകുമ്പോ എന്തില്ല ഇതെല്ലാം നീ എഴുതിയ പണ്ടേ ആ ലാസ്റ്റ് ഒരു ടൈം നോക്കിട്ടാകുമ്പോൾ കിടാവ് ചൊല്ലത് നാണ് ഡെയിലി ചൊല്ലെ സ്വലാത്ത് ഉസ്താദ് അതിരെ നാണ് കൗണ്ട് ആക്കിടെ ഒരു ವರ್ಷ ആകുമ്പോഴത്തേക്കു റബീഉൽ അവൽ തിങ്കൾ ಬರ್ಮಾತು ನಾನು ಅದರ ಕೌಂಟ್ ಹಾಕಿಟ್ಟು ನಕ್ಕೆ ಒಂದು ಸಮಾಧಾನ ಕಿಟ್ಟಿಡೋದಿಲ್ಲ. ಆ ಸಮಯತ್ತಾയിട്ട് ನಾನು ಎಂತಿಟ್ಟು ಬೇಕು ಎಲ್ಲ സ്വലാത്ത് ആ ഒരു വിഭാഗത്തിൽ സ്വലാത്ത് ചൊല്ലെ വിഭാഗത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഇന്നത്തെ വിഷയ സുന്നത്ത് ജമാഅത്തിൽ ഒരു നല്ല വിഷയമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബിമാർക്ക് ഉപദേശാക്കിയ സുമാർ സന്ദർഭം. അതിൽ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉപദേശാക്കിട്ടാകുമ്പോഴത്തേക്കു സ്വഹാബിമാരെ മനസ്സും വർണ്ണവും എല്ലാം ചേഞ്ച് ആയിട്ട് ബുൽപ്പും ദുഃഖവും പേടിയും വലിയ ഒരു ബുദ്ധിമുട്ടനക്ക് കാണ്ട് മനുഷ്യന്മാരെല്ലാം കാണും. ഇങ്ങെല്ലാവരും വിചാരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനത്തെ നസിഹത്ത് ചൊല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നി വഫാത്താവുടാ ഇങ്ങ പേടിമാവും. അപ്പൊ ഇങ്ങ ചൊല്ലാറ് ഇനിയും ഞങ്ങൾ ചെമ്മ ചൊന്തറു നബിയെ, ഇനിയും മസ്ത് ഞങ്ങൾ വിഷയ ചൊല്ലറു ചൊന്നിട്ട് സ്വഹാബിമാർ ചൊല്ലുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടെ ഷോർട്ടായിട്ട് വലിയ ഒരു ഉപദേശാക്കി. അതിൽപ്പെട്ട ഒരു 2-3 കാര്യമായിട്ട് ഒന്ന് നിങ്ങൾ തഖ്വയിലായിട്ട് ജീവിക്കണം. തഖ്വ എന്ന ബായിലല്ല, അത്തഖ്വ ഹാവുന ഹൃദയത്തെ അന്തരാളത്തിൽ പണ്ടണകത്തെ അതൊക്കെ ഒരു കളർപ്പില്ലാത്തനകത്തെ വിഷയമായിട്ട് തഖ്വ ചൊല്ലത് അത് എല്ലാവരും കിട്ടാനില്ല. അല്ലാഹു ആ വിഭാഗത്തിൽ തഖ്വയുള്ള വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം അവിടെ ചൊന്നത് നിങ്ങളെ അധികാരി, നിങ്ങളെ ഭരണാധികാരി, നിങ്ങളെ ഭരിക്കണവണു, നിങ്ങളെ ജമാഅത്ത് പ്രസിഡന്റ്, നിങ്ങളെ മറ്റുള്ള പ്രസിഡന്റ് അത് അടിമയായെങ്കും അയാളെ അയാൾ അധികാരിയും ചൊല്ലിയ വിഷയത്തില് അയാൾ അധ്യക്ഷൻ ചൊല്ലിയ വിഷയത്തില് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അയാളെ അംഗീകരിക്കണം. അതിൽ ഇസ്ലാമിൽ ഒരു വലിയ വിഷയമായിട്ട് നേതാക്കളെ അനുസരിക്കുക, അംഗീകരിക്കുക, ഫോളോ ആക്കുക, ഇങ്ങനത്തെ വലിയൊരു കാര്യമായിട്ട് ഏതുമാവട്ടു മൂന്നാമതായിട്ടുള്ള ഒരു വിഷയമായിട്ട് നബി തങ്ങൾ ചൊല്ലേ ഇതാ നിന്റെ വഫാത്തിൽ പിന്നെ കൂടെ എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം നടക്കും, എന്തെല്ലാം വിഷയങ്ങളിലൂടെ നടക്കുക പോകും. അതുകൊണ്ടിട്ട് നിങ്ങ നന്റെ സുന്നത്തിരെ നന്റെ ചര്യയുടെ ഗട്ടി പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നാറ് ഊടെ ബനു ഇസ്രായേലിന്റെ 72 പാർട്ടി ആയിടാർ നന്റെ ഉമ്മത്തിങ് ഒരു പാർട്ടിയും കൂടി ജാസ്തി ആവിടാർ 73 ആവിടാർ ഊടെ ബനു ഇസ്രായേലിന്റെ എന്തെല്ലാം അത്രാണ് അക്രമം ഇവിടെ ആക്കിടാറ എത്രത്തോളം നബി തങ്ങ ചൊല്ലുടെ അവിടെ ഗരയിട്ടിട്ട് സ്വന്തം പെറ്റ ഉമ്മക്ക് പോലും അങ്ങ വ്യഭിചാരം സിന ചെയ്തിറാർ.
ആ ഒരു വിഷയവും നന്റെ ഉമ്മത്തിങ്ങ ഇവിടെ നടത്തുറാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് കുറച്ച് ടൈമാമത്തു അലി റളിയല്ലാഹു അൻഹു വിഷയം അതിൽ ചർച്ച സുമാർ ഗലാട്ട പണ്ട് ഖവാരിജികളുടെ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കടാറ്. അതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിരായിട്ട് ഷിയാക്കളുടെ ഒരു വിഭാഗമായിട്ട് അങ്ങനെ ഹീനമായിട്ട് ചൊന്നിട്ടു, അങ്ങനെ ഇൻസൾട്ട് ആക്കി ചൊന്നിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അതിൽ പിന്നെ കഴിഞ്ഞിട്ടാമത്തെ താബീങ്ങൾ ഇത് പണ്ട് ആ സമയത്ത് മുഅ്തസിലിൻ ചൊന്നിട്ടു, മുഅ്തസില ചൊന്നിട്ടു ഒരു വിഭാഗമുണ്ട്. അങ്ങ് സ്വഹാബിമാരെയും സുന്നത്ത് ജമാഅത്തും എതിരായിട്ട് മാത്രമല്ല ഖുർആൻ അല്ലാഹുവിന്റെ കലാമായിട്ട് അല്ലാഹുവിന്റെ പലക ഖുർആൻ ചൊന്നെങ്കിൽ അത് സൃഷ്ടി ചൊന്നാർ ആൽമാർ ആക്കിടത് എഴുതി വെക്കരുത് ചൊല്ലത് ചൊല്ലണക്കെ അങ്ങനത്തെ വാദ കൊണ്ടിട്ട് എത്ര ചോളാൻ ചൊന്നെങ്കിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അതിൽ ഭാരി നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കറാമത്തിൽ ഞങ്ങൾ അല്ലാഹു സലാമത്തിലാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ പിന്നെ സുന്നത്ത് ജമാഅത്തുകായിട്ട് ഈ വിഷയത്തിൽ നല്ലോണം നല്ല വിദഗ്ധനായ ഒരു പണ്ഡിതനായിട്ട് ഞങ്ങൾ റഫീഖ് സയ്യിദ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ആർക്കും നമ്പലാക്കാണ്ട് കൂടെ ചൊന്നെങ്കിൽ അങ്ങനെ വാദ ഇങ്ങനെ വാദ എതിരാക്കിടല്ല. സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പഠിക്കടി. സുന്നത്ത് ജമാഅത്ത് ചൊന്നിട്ട് എന്തിരെ ആരെ ഇൻസൾട്ട് ആക്കുക, ആരെ താത്തുക, ആർക്ക് അക്രമായിട്ട അങ്ങനെ എതിർ പ്രവർത്തിക്കട്ട് എതിർ ക്ലാസ് വെക്കട്ടെ അങ്ങനെ എന്തല്ല. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിക്കണം, ഞങ്ങൾ അതിൽ കറക്റ്റ് മനസ്സിലാക്കണം. ഈമാനും ചൊല്ലി ചെറിയ ഒരു അംശം നിങ്ങളുടെ കയ്യിലുള്ളേ അതിൽ ജാഗ്രത ആക്കുക ഭാരി കഷ്ടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിലായിട്ട് ജീവിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈ സുന്നത്ത് ജമാഅത്തുക്ക് പേനായിട്ട് വലിയ ഹോറാടി എനിക്കത്തെ ആൽമാരായിട്ട് രണ്ട് ഇമാമിങ് ഇമാം അശ്അരി ഇമാമും മാതുരീദി ഇമാം ഇങ്ങ ജണ്ടാൽ സുന്നത്ത് ജമാഅത്തുക്ക് പേനായിട്ട് നല്ലോണം മുഅ്തസിലിയാക്കളൊട്ടിಗೆ യുദ്ധം ചെയ്തിട്ട് എഴുതിട്ടും സ്പീച്ചാക്കിട്ടും ചൊന്നിട്ടും വിശദീകരിച്ചിട്ടും നമ്മളെ തിന്നിട്ടും അങ്ങ് ഭാര്യ പ്രവർത്തനാക്കിയാർ. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാവരും ബഗ്ഗിപ്പോയ സുന്നത്ത് ജമാഅത്ത് ഇവിടുത്തെ ഉഷാറായി. ആ ഒരു സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിച്ചിട്ട് 4 മദ്ഹബുടെ ഇമാമിനും കിതാബ് എഴുതി വെച്ചാൽ ആ ഒരു അഖീദത്തില് ഒരു മദ്ഹബുടെ ഉദാഹരണമായിട്ട് ഞങ്ങളെ മദ്ഹബ് മുഹമ്മദ് ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി ഇമാമിന്റെ മദ്ഹബ്, ആ മദ്ഹബ് ഞങ്ങൾ ഫോളോ ആക്കിയിട്ട് ജീവിക്കണം. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് എന്തിരെ അയാളെന്തിരെ ചൊന്തു അയാളെ മദ്ഹബ് എന്തിരെ കർമ്മശാസ്ത്രം എന്തിരെ എല്ലാത്തിനും ഞങ്ങൾ ഫോളോ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചൊന്നൊരു കാര്യമില്ല. അങ്ങ് കറക്റ്റായിട്ട് പഠിച്ച കിതാബും ഖുർആനും ഹദീസും സുന്നത്തും എല്ലാം നോക്കി പഠിച്ചങ്ങ് അങ്ങനെ ഫോളോ ആക്കിക്കൊണ്ട് പോയിട്ട് ജീവിച്ചിട്ട് മരിക്കടെ യഥാർത്ഥ മോമിനീങ്ങൾ അല്ലാഹു ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. വിഷയം ചൊന്നുകൊണ്ട് പോയി ഉദ്ദാവു ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ ചൊല്ലി അല്ലാഹുവിന്റെ ആ പലക അതിൽ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിട്ട് എൻ്റെ ഒരു ചെറിയ വിഷയം ഞാൻ ഇപ്പാട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.